അവൻ എന്നെ വിളിച്ചപ്പോൾ, അവൻ സാജുവിനെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആശയല്ല ജോബിയെ വിളിച്ചപ്പോൾ. ഡിഫറൻറ്റാ. ജോബിയെ കുറിച്ചുള്ള ആശ ജോബി മനസ്സിലാക്കണം. എന്തിന് ദൈവം എന്നെ വിളിച്ചേ? ആ പ്രതീക്ഷ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച്, ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കാൻ എനിക്ക് സമയമില്ല, ദാറ്റ്സ് അനദർ സബ്ജക്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആശ ഇനതും തിരിച്ചറിയണം. എന്നാൽ ദൈവം അങ്ങനെ ഒരു ആശ വെച്ച് പുലർത്തിട്ട്, മോനെ നിന്നെ കുറിച്ചുള്ള എൻ്റെ ആശ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെങ്കിലും അങ്ങനെ ആകണം എന്ന് മാത്രം പറയല്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറയും, കുഞ്ഞെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ മക്കളോടൊക്കെ പറയുന്നു, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആശ, ഞാനന്ന് എഞ്ചിനീയറിങ്ങിന് പോകാൻ വളരെ ആഗ്രഹിച്ചു കുഞ്ഞെ, പക്ഷേ അപ്പച്ചൻ അന്ന് പറഞ്ഞു, എടാ ഞാൻ എവിടുന്നാ പൈസ ഉണ്ടാക്കുന്നതെന്ന്, അതുകൊണ്ട് എനിക്കൊരു എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പോളിടെക്നിക്ക് പോയി. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, നിനക്ക് പൈസയും എല്ലാം എനിക്ക് തരാനുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഒരു IIT അഡ്മിഷൻ വാങ്ങിച്ച് ഒരു MTech പാസ്സാകണം എന്നുള്ളതാണ് മോനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഇവൻ എഞ്ചിനീയർ ആകാനുള്ള കാലിബറും മറ്റൊന്നും കാണത്തില്ല, ആകെപ്പാടെ കാശേ കാണത്തുള്ളൂ. ഒടുവിൽ എന്ത് ചെയ്യും? IIT കിട്ടിയില്ല. IIT കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ REC കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ച് അവിടെയും നടന്നില്ല. ഒടുവിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും കിട്ടിയില്ല. ഒടുവിൽ ഏതെങ്കിലും ഒരു ഓലക്കെട്ടിടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ഇവനെ കൊണ്ട് 5 ലക്ഷം 8 ലക്ഷം കൊടുത്ത് പഠിക്കാൻ വിട്ടു. 4 കൊല്ലം കൊണ്ട് പഠിച്ചു തീർന്ന എഞ്ചിനീയറിംഗ് ഇവനെ 9 വർഷം കൊണ്ട് പഠിച്ച് തീർത്തെന്ന് വരുത്തി. എന്തുകൊണ്ടാണ്? അവിടെ അതിനുള്ള കാലിബറും ഇല്ല, കാര്യങ്ങളും ഇല്ല. അപ്പന് ഇത് കൊടുക്കാൻ പറ്റുമോ? അപ്പന് കാശെല്ലാം കൊടുക്കാൻ പറ്റുമോ? പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശ നിർവഹിക്കുവാനുള്ള റിസോഴ്സസ് കൊടുക്കാൻ ഒരു പക്ഷെ കഴിയത്തില്ലായിരിക്കും. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവം എന്നെക്കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നോ അത് നിർവഹിക്കുവാനുള്ള റിസോഴ്സസ് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ അറിയണമെന്നാണ് പൗലോസ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നമ്മളുടെ ഇൻഹെറിറ്റൻസ് പറയാണ്. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, നമ്മളുടെ ഇൻഹെറിറ്റൻസ് ഇന്നതെന്നും ഞാൻ വിശദമാക്കുന്നില്ല, സമയം ഒത്തിരി എടുക്കും അത് പറയുന്നത്. എന്നിട്ട് അടുത്തത് പറയുന്നതാണ്, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളൊന്ന് അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല. അതൊന്നും അറിയാനും നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പമൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ പോൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന, അഥവാ നിങ്ങൾക്ക് അവൻ ഒഴുക്കി തന്നിരിക്കുന്ന ശക്തിയുടെ അത് തന്നെ അളവറ്റ വലിപ്പമാണ്. അതെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് അവനൊരു ആശയുണ്ട് നിങ്ങളെക്കുറിച്ച്, അത് നിങ്ങൾ അറിയണം. അത് നിർവഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായ ശക്തി അവൻ എത്ര അളവറ്റ നിലയിൽ ഒഴുക്കി തരുമെന്നും നിങ്ങൾ അറിയണം. വേറൊരു ഭാഷ പറഞ്ഞാൽ, റിസർവോയറിൽ എത്ര ബില്യൺ ഗാലൻ വെള്ളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ടാപ്പ് തുറന്നാൽ വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് റിസർവോയറിലെ സകല വെള്ളവും നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ സകല ശക്തിയും നമുക്ക് ആവശ്യമില്ല. എൻ്റെ വീട്ടിന്റെ ടാപ്പ് ഒന്ന് തുറക്കുമ്പോൾ അതിലൂടെ ഒഴുകി വരുന്ന, അഥവാ എനിക്ക് കൈ കഴുകാനും എനിക്ക് കുടിക്കാനും എനിക്ക് കുളിക്കാനും എനിക്ക് വേണ്ടി ഒഴുക്കിയിരിക്കുന്ന വെള്ളത്തിന്റെ ആ വലിപ്പമെങ്കിലും ഒന്നറിയണമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അത് തന്നെ പറഞ്ഞിരിക്കുന്ന അളവറ്റ വലിപ്പം എന്നാണ്. അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നിർവഹിക്കുവാൻ ആവശ്യമായ സകല ശക്തിയും അവൻ നമുക്ക് വേണ്ടി ഒഴുക്കി തരും. റിസോഴ്സസിന് യാതൊരു പഞ്ഞവും പിടിക്കാത്ത വെക്കാത്ത ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. അവന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള സകല റിസോഴ്സസും ദൈവം നൽകിയിരിക്കും. റിസോഴ്സ് നൽകാതെ അവനൊന്നും ആവശ്യപ്പെടത്തില്ല. റിസോഴ്സ് നൽകാതെ അവനൊരു മിഷൻ പ്രവർത്തനം ആവശ്യപ്പെടത്തില്ല. ചിലപ്പോൾ ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ ബ്രദറെ, എനിക്ക് അത് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പൈസ ഇല്ല ബ്രദറെ, എന്തോ ചെയ്യാൻ? പൈസ ഇല്ല, ചെയ്യണ്ട, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞതെല്ലാം ചെയ്യാൻ. നമ്മുടെ ആഗ്രഹങ്ങളല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളാണ് പ്രധാനം. ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കണമെന്ന് എന്നെ കൊണ്ടൊന്നും ദൈവം ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സാജു എന്ന് പറയുന്ന വ്യക്തിയാണോ ഇന്ത്യയുടെ മുഴുവൻ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒന്നുമല്ല. അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകളെ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കൂടെ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സ്വാർത്ഥമായ താല്പര്യവും ആഗ്രഹമാണ്. അതിന് പിന്നെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പൈസ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനത് ചെയ്യാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ദൈവം എന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായ റിസോഴ്സസ് കർത്താവ് തന്നിരിക്കും. ഹഡ്സൺ ടൈലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്,
ഗോഡ്സ് വർക്ക് ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് റിസോഴ്സസ്. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവിക പ്രവൃത്തി ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ റിസോഴ്സസിന് മുടക്കം ഉണ്ടാകുന്നു. പക്ഷെ മിഷൻ വർക്കിന് മാത്രമല്ല ഇത്, എന്റെ പേഴ്സണൽ കാര്യത്തിനല്ല, കെട്ടിടം പണിയുന്നതിന് മാത്രമല്ല, സുവിശേഷ പ്രവർത്തനത്തിനല്ല. ഞാനിപ്പോൾ ആഫ്രിക്കയിൽ പോകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പണം കർത്താവ് തന്നിരിക്കും. അതിനെനിക്ക് യാതൊരു പ്രയാസമില്ല, എനിക്കറിയാം. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഒരു മോഹത്തിന് പോകാൻ ആഗ്രഹിച്ചു, പോകണ്ടെന്ന് കർത്താവിനുണ്ട്, അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് തരുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, അത് ദൈവത്തിന്റെ ആശയാണെങ്കിൽ, എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷയാണെങ്കിൽ അതിനുള്ള റിസോഴ്സസ് കർത്താവ് നൽകിയിരിക്കും, ഒരു സംശയം. എന്നാൽ ഇവിടെ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളുടെ റിസോഴ്സസിനെ കുറിച്ച് മാത്രമേ നമ്മൾ സാധാരണ നിലയിൽ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത്, പോള് നമ്മളോട് സംസാരിക്കുന്നതനുസരിച്ച് എന്താണെന്നറിയാമോ, നമ്മളുടെ പ്രവർത്തനങ്ങൾക്കോ കെട്ടിടത്തിനോ ജോലിക്കോ വേണ്ടിയുള്ള റിസോഴ്സസ് മാത്രമല്ല, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതിന് ആവശ്യമായ റിസോഴ്സസും ആര് തന്നെയാണ് തരുന്നത്? ദൈവം തരുന്നത്. ഇഫ് ഗോഡ് വാണ്ട്സ് മീ ടു ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, അതിന് ആർക്കെങ്കിലും സംശയമില്ല. ഇഫ് ഗോഡ് വാണ്ട്സ് എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ ഞാനത് ഒന്ന് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ, വിശുദ്ധമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ദൈവം എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിനാവശ്യമായ റിസോഴ്സസ്, പൈസ അല്ല, പൈസയും കൊണ്ട് ആർക്കും വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. എൻ്റെ ജഡത്തോടും എൻ്റെ ലൗകിക ലോകത്തോടും ജഡത്തോടും പിശാചിനോടും എതിർത്ത് നിൽക്കാനുള്ള ശക്തിയാണ് വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ആവശ്യമാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അതിനുള്ള ശക്തി ആരാ തരുന്നത്? ആ റിസോഴ്സസ് കർത്താവ് നമുക്ക് നൽകിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അഥവാ കർത്താവിനോട് പറയാണ്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിന്നിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ എങ്ങനെ ജീവിച്ചു അങ്ങനെ വേണം നീയും ജീവിക്കാൻ. ഞാൻ ശരീരത്തിൽ ജീവിച്ചത് എങ്ങനെയാണോ അത് നിനക്കറിയാമല്ലോ, അതുപോലെ വേണം നീയും ജീവിക്കാൻ. ഞാൻ എങ്ങനെ ആളുകളെ നോക്കി അതുപോലെ വേണം നീയും നോക്കാൻ. ഞാൻ എങ്ങനെ പാപത്തെ കണ്ടു അതുപോലെ വേണം നീ പാപത്തെ കാണാൻ. ഞാൻ എങ്ങനെ പാപികളെ കണ്ടു അതുപോലെ വേണം നീ പാപികളെ കാണാൻ. ഞാൻ എങ്ങനെ പാവപ്പെട്ടവനെ കണ്ടു അതുപോലെ വേണം നീ പാവപ്പെട്ടവനെ കാണാൻ. കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, അതിനാവശ്യമായ റിസോഴ്സസ്. എന്താ റിസോഴ്സസ്? പൈസ അല്ല. എനിക്ക് പൈസ കൂടുതൽ കിട്ടിയെന്ന് ഉള്ളത് കൊണ്ട് യേശു പാവങ്ങളെ കണ്ടപോലെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്ക് വലിയൊരു വീടുള്ളത് കൊണ്ട് എനിക്ക് യേശു പാപത്തെ കണ്ടതുപോലെ എനിക്ക് പാപത്തെ കാണാൻ പറ്റുമോ? ഇല്ല. എന്നെ ട്രാൻസ്ഫോം ചെയ്യത്തക്ക നിലയിൽ, എന്നെ ശുദ്ധീകരിക്കത്തക്ക നിലയിൽ, എന്നെ രൂപാന്തരപ്പെടുത്തത്തക്ക നിലയിൽ, എന്നെ ക്രിസ്തുവിനോട് അനുരൂപരാക്കത്തക്ക നിലയിൽ ഉള്ള ആത്മിക റിസോഴ്സസ് കർത്താവ് തന്നിരിക്കും, തരുന്നുണ്ട്. അതാണ് ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പഠിക്കാൻ, ഒരു എക്സജസസ് ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ സാധാരണ വായിക്കുമ്പോൾ വേറെ രീതിയിൽ പലപ്പോഴും മനസ്സിലാക്കുന്ന ചില ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. നോക്കുക, ലോകം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ 12-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പോൾ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്, യേശു ചെയ്ത പ്രവൃത്തി തന്നെ ഞാനും ചെയ്യണം. രണ്ടാമത് യേശു ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. 2, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു ചെയ്ത അതേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ട് വേണം ജീവിക്കാൻ. നോക്ക്, വലിയൊരു ടാസ്ക്കാണ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്ത്? അവൻ്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കണം, പൂർണ്ണമായും അനുസരിക്കണം. 2, അവൻ ചെയ്ത പ്രവൃത്തി അതുപോലെ ഞാൻ ചെയ്യണം. അവൻ ചെയ്ത പ്രവൃത്തി മാത്രം ചെയ്യണമെന്നല്ല, കുറെ കൂടെ കൂടുതൽ ചെയ്യണമെന്ന് പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം സമ്മറിന്റെ ക്യാമ്പ് ഒരു പയ്യന എന്നോട് ചോദിച്ച ഒരു ചോദ്യം, യേശു ചെയ്ത പ്രവൃത്തിയേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കി, യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, അതിൽ കൂടുതലൊക്കെ നമ്മൾ ബന്ധം ചെയ്യാൻ. അപ്പം നമ്മളുടെ മനസ്സിൽ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും, അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്നാൽ
ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ അപ്പുറത്തൊരു പ്രവൃത്തിയാണ്. യേശു ചെയ്തതിന് അപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാസ്തവത്തിൽ. പക്ഷെ ഒരു കാര്യമേ നമുക്കിപ്പം ഈ ഭാഗം അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിയായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു 3.5 വർഷം കൊണ്ട് എത്ര ആത്മാക്കളെ നേടിയോ അതിനേക്കാളും കൂടുതൽ ആത്മാക്കളെ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ നേടിയിട്ടുണ്ട്. യേശു 3.5 വർഷം കൊണ്ട് നേടിയ ആത്മാക്കളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് നേടിയത്? പത്രോസ് ഒരു വാഗ്മിയായ വലിയ ഒരു ദൈവദാസനായിരുന്നത് കൊണ്ടാണോ? അതോ പെന്തിക്കോസ്ത് നാളിൽ അവിടെ വന്ന ഏതെങ്കിലും ആളുകളെ ഉയർപ്പിച്ചത് കൊണ്ടാണോ? ഒന്നുമല്ല. പത്രോസിന് ഒറ്റ പ്രസംഗത്തിൽ അത്രയും ആത്മാക്കളെ നേടാൻ കഴിഞ്ഞതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് അവനിലേക്ക് വന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രവൃത്തി ഞാൻ തുടരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആത്മാവിനെ എന്നിൽ വ്യാപരിപ്പിച്ചുകൊണ്ടാണ്. ആത്മാവ് എന്നിൽ വ്യാപരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല. ആരാണ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ കാര്യം തന്നെയാണ് 10-ാം വാക്യത്തിൽ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായി അല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഓക്കെ, യേശു പറയുകയാണ്, ഈവൻ ദോ ഒരു പരിധി വരെ നിങ്ങൾ കാണുമ്പോൾ ഞാനാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ശരിക്കും ഇത് ആരുടെ പ്രവൃത്തിയാണ്? ആരുടെ പ്രവൃത്തിയാ? പിതാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ യേശു പറയുന്നത്, ഇവിടെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പോയാൽ, കർത്താവ് പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യും. അപ്പോൾ റിസോഴ്സ് ആരാണ്? റിസോഴ്സ് എന്താണ്? റിസോഴ്സ് എലക്വൻസ് അല്ല. റിസോഴ്സ് പാട്ടുപാടാനുള്ള പ്രത്യേക ശക്തിയല്ല. റിസോഴ്സ് എന്ന് പറയുന്നത് കോർഗിന്റെ ഇത്രയും നെടുങ്കത്തിലുള്ള ഓർഗനകത്ത് അന്യഭാഷ ഫീഡ് ചെയ്ത് പാട്ടുപാടി മനുഷ്യനെ ഇളക്കുന്നതല്ല. റിസോഴ്സ് ഹോളി സ്പിരിറ്റ്. ആത്മീയ ജീവിതത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്ന റിസോഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മളോട് സ്പിരിച്വലായിട്ടോ എന്തും ആയിക്കോട്ടെ, കർത്താവ് നിങ്ങളൊരു മിഷൻ ഫലമേൽപ്പിച്ചാൽ അതിനുള്ള റിസോഴ്സ് കർത്താവ് തന്നിരിക്കും. കർത്താവ് നിങ്ങളോട് അവൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് നിർവഹിക്കാനുള്ള റിസോഴ്സസും അവൻ തന്നിരിക്കും. എന്താണ് റിസോഴ്സ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ പ്രവൃത്തി സ്വയമായിട്ട് ചെയ്തതല്ല, എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് ചെയ്തതാണ്. അതുപോലെ ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വന്ന്, അവൻ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളിൽ വസിക്കുകയും നിങ്ങളോട് കൂടെ ഇരിക്കുക മാത്രമല്ല, he will dwell in you, he will be with you and he will dwell in you and he will do the work, the same work. ഞാൻ എന്ത് പ്രവൃത്തി ലോകത്തിൽ ചെയ്തോ അതേ പ്രവൃത്തി നിങ്ങളും ചെയ്യും. എങ്ങനെ ചെയ്യും? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചുകൊണ്ട് അതേ പ്രവൃത്തി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ റിസോഴ്സ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ റിസോഴ്സ്. വിശുദ്ധ ജീവിതത്തിന്റെ റിസോഴ്സ് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണെങ്കിലും റിസോഴ്സ് അതല്ല. ഹോളി സ്പിരിറ്റിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹോളി ലിവിങ്ങിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ്. ദൈവിക പ്രവൃത്തിയുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ്. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. മറ്റ് കാരണങ്ങളാലൊക്കെയാണ് നേരത്തെ യഹൂദന്മാർ കൽപ്പന പ്രമാണിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷെ പേടിച്ചായിരിക്കും. നമ്മൾ തന്നെ കൽപ്പന പ്രമാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പേടിച്ച്. അല്ലാതെന്താ? ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട്, ചില കാര്യങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ കേട്ട് കാണും, എങ്കിലും ക്ഷമിക്ക്, വളരെ ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൽപ്പനയൊക്കെ അനുസരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതിന് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ്, കർത്താവ് എങ്ങാനും നമ്മളോടൊരു കാര്യം പറയുകയാണെന്ന് വെച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ എന്തെങ്കിലും കൈപോക്കി രക്ഷിക്കപ്പെട്ടതാണല്ലോ, അത് മതി. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും, നിങ്ങൾ കള്ളുകുടിച്ചാലും വ്യഭിചരിച്ചാലും വഴക്കുണ്ടാക്കിയാലും അടിയുണ്ടാക്കിയാലും എങ്ങനെ ജീവിച്ചാലും അതൊന്നും നിങ്ങൾ രക്ഷയെ ബാധിക്കുന്നില്ല. ഞാൻ നിങ്ങളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകണം. നിങ്ങൾ എങ്ങനെ വേണം ജീവിച്ചു. ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് യുവർ സാൽവേഷൻ, ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് യുവർ ഇറ്റേണിറ്റി. ഐ എം ഗോയിങ് ടു ടേക്ക് യു ടു ഹെവൻ. നിങ്ങൾ എങ്ങനെ വേണം ജീവിച്ചു, അതൊന്നും ബാധകമല്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമെന്നാലും പ്രതീക്ഷിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ കാണാൻ കർത്താവ് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന പോലെ ആയിരിക്കുമോ നിങ്ങൾ ജീവിക്കുന്നത്?
ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിങ്ങനെ വലിയ ആവേശം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നത് പേടിച്ച കാര്യം. അതെങ്ങാനും കാണിച്ച് കൂടി പിന്നെ നമ്മൾ രക്ഷയും കാണാൻ പോയി നരകത്തിലും പോയി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ പറയാണ്, നിങ്ങൾ ഇനിമേൽ കൽപ്പന അനുസരിക്കുന്നത് പേടിച്ചിട്ടല്ല, കൽപ്പന അനുസരിച്ചാൽ കുറച്ച് പ്രതിഫലം കിട്ടുമെന്ന് വെച്ചുമല്ല, കൽപ്പന അനുസരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്.